ഹായ് ഓൾ അസ്സലാമലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോണത് നല്ല റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചർ ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു ഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കാണാത്തവരൊക്കെ കണ്ടു നോക്കുക, പിന്നെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ½ kg റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനത്തെ കേക്കുകൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണ്, നമ്മൾ എല്ലാതും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെയൊക്കെ ബബിൾസ് വരുന്ന ടൈമിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സൈഡ് ഭാഗം ഇങ്ങനെ ഗോൾഡൻ കളർ ആവുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഇപ്പോൾ ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കപ്പ് വെള്ളമാണ്, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഇതിൽ ഇങ്ങനെ പഞ്ചസാരക്ക് ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെ ഉണ്ടാവും. പിന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് അലിഞ്ഞു കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുക. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മളെ കയ്യിലുള്ളതൊക്കെ എടുക്കുക. ഞാനിത് ഇപ്പോൾ ഇട്ട് കൊടുത്തത് അത്തിപ്പഴമാണ് കേട്ടോ. 2 അത്തിപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് പിന്നെ ഈ ഇട്ട് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് 2 ഓറഞ്ച് അടിച്ചെടുത്തതാണ്. 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ചിലർ പ്ലം കേക്കിന് തലേ ദിവസം നമ്മളിങ്ങനെ ഓറഞ്ചിൽ സോക്ക് ചെയ്ത് വെക്കും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തിട്ടുള്ള ആ പാനിൽ തന്നെയാണ് നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ആ കാരമൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു കപ്പിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകൊന്നും വേണ്ട, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി വറ്റി വന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്ലോർ അരിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ച് വെക്കുക. ഒരൊറ്റ പ്രാവശ്യം അരിക്കുക. പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കും. അപ്പോൾ അതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഷുഗർ ആയാലും മതി. ഇത് എടുത്തിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് ജാതിക്കയും പിന്നെ ഒരു പീസ് പട്ടയും കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ വെറുതെ അത് ഒറ്റക്ക് പൊടിക്കുമ്പോൾ പൊടിയാത്തത് കൊണ്ടാണ് ഈ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഷുഗർ ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യുക. അപ്പോൾ 2 എഗ്ഗിൽ 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബ്രൗൺ ഷുഗർ നമ്മൾ ഇതിലേക്ക് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലം കേക്കിന് നല്ല ആ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമൽ ഷുഗറാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് 1-ലിട്ടിട്ട് പിന്നെ നമുക്ക് ഫുൾ സ്പീഡിലിട്ടിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒരു 5 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല പതഞ്ഞ് നല്ല വൈറ്റ് കളറായി വരും. ആ ടൈമിൽ നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 1-ലിട്ടിട്ട് തന്നെ സ്പീഡ് 1-ലിട്ടിട്ട് മിക്സാക്കി എടുക്കുക. അത് മിക്സായതിന് ശേഷം നമുക്ക് വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കറക്കിയെടുത്താൽ മതി. അധികം സ്പീഡിലൊന്നും വേണ്ട, സ്പീഡ് 1-ലിട്ടാൽ മതി. പിന്നെ അധികം ഓവർ ബീറ്റും ചെയ്യരുത്. പിന്നെ നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ കുറച്ചിട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ ആദ്യമൊക്കെ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങനെ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ലോണം പതഞ്ഞു പൊങ്ങി വരുവേ. പിന്നെ ഈ ഫ്ലോർ ഇടണ ആ ഒരു ടെക്നിക്കും മിക്സ് ചെയ്യണ മെത്തേഡൊന്നും അറിയാത്ത കാരണം ഫ്ലോർ ഒന്നിച്ചങ്ങോട്ട് ഇടും. എന്നിട്ട് അങ്ങനെ മിക്സാക്കി ലാസ്റ്റ് ഈ പതഞ്ഞു പൊങ്ങിയതൊക്കെ എവിടേക്കാണ് പോയെന്ന് അറിയില്ല. പിന്നെ ഇതെല്ലാതും കൂടെ അങ്ങോട്ട് താന്ന് ആ ബാറ്റർ അങ്ങോട്ട് കുറച്ചായിട്ടുണ്ടാവും. അങ്ങനെ ആദ്യമൊക്കെ സംഭവിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ മിക്സാക്കി എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നേരത്തെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് കുറച്ച് ഫ്ലോർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇത് ആ ബാറ്ററിൽ മിക്സ് ആക്കുന്ന ടൈമിൽ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഉണ്ട് താഴ്ന്ന അടിയിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്കിങ്ങനെ സ്ലോവിലി മിക്സാക്കി എടുക്കുക. നമ്മളിപ്പോൾ വീഡിയോയിൽ സ്പീഡാണെന്ന് വെച്ചിട്ട് നല്ല സ്ലോവിൽ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്, ബബിൾസ് ഒന്നും കുത്തി ഇളക്കാതെ. നമ്മളിപ്പോൾ ഈ ബാറ്റർ ഈ ടിന്നിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോണ്ട് അതിൽ ഒരു പതപതപ്പുണ്ട് എന്നുള്ളത്.
ഇനി നമുക്ക് എന്തിനാ ഇപ്പോൾ ഈ ടൈം കൊണ്ട് ഞാനിവിടെ ഓവൻ സെറ്റപ്പ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു പോട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ റിച്ച് പ്ലം കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചെറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു മണിക്കൂർ തന്നെ എടുത്ത് ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓവനാകുമ്പോൾ ചിലപ്പോൾ അത്ര ടൈം എടുക്കില്ല എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇതൊക്കെ ആയി വന്നപ്പോഴേക്ക് ഏകദേശം രാത്രിയായി. മിക്കവാറും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കലൊക്കെ രാത്രി തന്നെയാണ്, അതാകുമ്പോൾ നമുക്ക് അങ്ങനെ സ്വസ്ഥമായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി നേരെ വെളുത്തിട്ടാണ് ഇതിൻ്റെ കട്ടിങ്. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയ ഡേറ്റ്സ് കേക്ക് ഞാനിങ്ങനെ വെച്ച് പോയപ്പോൾ അതിൽ ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങനെ കയറ്റി വെച്ചത്. അപ്പോൾ പിറ്റത്തെ ദിവസമാണ് ഇപ്പോൾ ഇതിന് കട്ട് ചെയ്യാൻ പോണത്. എന്തായാലും നമ്മൾ അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ ഉറുമ്പൊന്നും ആ വഴിക്ക് വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും എല്ലാവരും പറയും പ്ലം കേക്ക് പിറ്റത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒക്കെയാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ. ഇതിപ്പോൾ ഇന്നലെ നേരത്തെ പണി കഴിയുകയാണെങ്കിൽ നേരത്തെ തന്നെ കട്ട് ചെയ്ത് നമ്മളത് തിന്നിട്ടുണ്ടാവും. ഇത് രാത്രി ആയതുകൊണ്ടാണ് ഇന്ന് കാലത്തേക്ക് മാറ്റി വെച്ചത് കട്ടിങ്ങൊക്കെ. കാര്യം എന്തായാലും ഈ വക കേക്കിനൊക്കെ ഭയങ്കര മണമാണല്ലോ. അപ്പോൾ ഈ മണം കൊണ്ട് തന്നെ ഉറുമ്പുകളൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ വണ്ടി വിളിച്ച് വരും. കാരണം അതാ സൈഡിൽ കൂടെ ഒക്കെ ഇപ്പോൾ പോകുന്നുണ്ട്, പക്ഷേ അവരവിടെയൊക്കെ നടന്നോട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിച്ച് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലല്ലേ അറിയുള്ളൂ. ഞാൻ എന്തായാലും നിങ്ങളെ കമൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.